തമിഴ്നാട്ടിലെ തെങ്കാശി, തിരുനെൽവേലി ജില്ലകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന തോരണമല മുരുകൻ ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്ന് 15 കിലോമീറ്ററും ചെങ്കോട്ടയിൽ നിന്ന് 23 കിലോമീറ്ററുമാണ് തോരണമലയിലേക്കുള്ള ദൂരം. കളക്കാട് മുണ്ടൻതുറ ടൈഗർ റിസർവിൻ്റെ കടയം റേഞ്ചിലാണ് തോരണമല സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 1200-ൽ പരം പടികൾ കയറി വേണം നമുക്ക് തോരണമലയിലേക്ക് എത്തിച്ചേരാൻ. തെങ്കാശിയിൽ നിന്നും ആൽവാക്കുറിച്ചി പാപനാശം റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ മാതാപുരം ചെക്ക് പോസ്റ്റിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് നമുക്ക് തോരണമലയിൽ എത്തിച്ചേരാൻ കഴിയും. ഒറ്റനോട്ടത്തിൽ തമിഴ്നാട്ടിലെ തന്നെ തിരുമലൈക്കോൽ ക്ഷേത്രമാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും തോരണമലയ്ക്ക് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. തിരുമലൈക്കോവിൽ ഒരു ഗ്രാമപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ തോരണമല ഒരു വനപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കളക്കാട് മുണ്ടൻതുറ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിരുന്നു ഈ പ്രദേശങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ രാവിലെ 5:30 മുതൽ വൈകുന്നേരം 3 വരെ നമുക്ക് തോരണമലയിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിൽ നിന്ന് യാത്ര തുടങ്ങി പുനലൂർ, ചെങ്കോട്ട വഴി കുറ്റാലത്തെത്തി തോരണമലയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വഴിയിലുള്ള കാഴ്ചകളെല്ലാം കണ്ട് തോരണമല മുരുകൻ ക്ഷേത്രവും സന്ദർശിച്ച് നമുക്ക് തിരികെ വരാം. സമയം കളയാതെ നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം. അതിരാവിലെ കേരളത്തിൽ നിന്ന് പുറപ്പെട്ടതുകൊണ്ട് തന്നെ 8:30 ആയപ്പോഴേക്കും കുറ്റാലത്തേക്ക് എത്തിച്ചേർന്നു. ചെങ്കോട്ടയിൽ നിന്ന് നമ്മൾ പ്രഭാത ഭക്ഷണം കഴിച്ചിരുന്നു. ചെങ്കോട്ടയിലെ ഹരിഹരൻ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ പ്രഭാത ഭക്ഷണം കഴിച്ചത്. കുറ്റാലത്തിപ്പോൾ സീസൺ സമയമാണ്. ശബരിമല സീസണും കുറ്റാല സീസണും ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല തിരക്കാണ്. ദക്ഷിണേന്ത്യയുടെ സ്പാ എന്നാണ് കുറ്റാലം അറിയപ്പെടുന്നത്. കുറ്റാലത്തും പരിസര പ്രദേശങ്ങളിലുമായി നിരവധി വെള്ളച്ചാട്ടങ്ങളുണ്ട്. നമ്മൾ ഈ പോകുന്ന വഴിയിൽ തന്നെ കുറ്റാലത്തെ പ്രധാന വെള്ളച്ചാട്ടമായ പഴയ കുറ്റാലം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ നമ്മളുള്ളത് മെയിൻ ഫാൾസിലാണ്. ചെങ്കോട്ടയിൽ നിന്ന് കുറ്റാലം വഴി തെങ്കാശി പാപനാശം റോഡിലേക്ക് തന്നെയാണ് നമ്മൾ വന്നെത്തിച്ചേരുന്നത്. നമുക്ക് കേരളത്തിൽ നിന്ന് വരുമ്പോൾ ഇതാണ് എളുപ്പവഴി. അങ്ങനെ വഴിയിലെ നല്ലൊരു കാഴ്ച കണ്ട് ഇറങ്ങിയതാണ്. ചെങ്കോട്ടയിൽ നിന്ന് തോരണമലയിലേക്കുള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള നിരവധി കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. മലയുടെ അടിവാരത്തായി 1-2 റിസോർട്ടുകൾ കാണാം. പിന്നീട് ചെറിയ കുറച്ച് വീടുകൾ കാണാം. പിന്നീട് മൊത്തം നെൽപ്പാടങ്ങളാണ്. അതിന് പുറകിലായിട്ട് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ്. കേരളത്തിൻ്റെ ഭാഗമായ ചെന്തുരുണി വന്യജീവി സങ്കേതം ആ മലകൾക്ക് അപ്പുറമാണ്. ഇടത് ഭാഗത്തായിട്ടാണ് പഴയ കുറ്റാലം വെള്ളച്ചാട്ടം വരുന്നത്. എവിടെ നോക്കിയാലും വയലുകൾ മാത്രമാണ്. അത് നല്ല പച്ചപ്പണിഞ്ഞ വയലുകളാണ്. നല്ല തണുപ്പുണ്ട്. സാധാരണ തമിഴ്നാട്ടിൽ ഈ ഒരു 10 മണി സമയമൊക്കെ ആകുമ്പോഴേക്കും നല്ല ചൂടാകേണ്ടതാണ്. പഴയ കുറ്റാലം വെള്ളച്ചാട്ടത്തിൻ്റെ ഗേറ്റ് ഇവിടെ കാണാം. പക്ഷേ എന്തോ അറ്റകുറ്റപ്പണികൾ കാരണം വെള്ളച്ചാട്ടം അടച്ചിട്ടിരിക്കുകയാണ്. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയി വലത്തേക്ക് കാണുന്ന ഒരു റോഡിലേക്ക് പ്രവേശിച്ചു. അവിടെ വഴി ചോദിച്ച ചേട്ടൻ പറഞ്ഞതാണ് ധനുഷ് നായകനായ ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പാറയുടെ മുകളിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അവിടെ അടുത്തായിട്ടാണ് ക്യാപ്റ്റൻ മില്ലർ സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഭാഗം കണ്ടിട്ട് പോകാമെന്ന് കരുതിയാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. അതെന്തായാലും നഷ്ടമായില്ല. ഇവിടെയും നല്ല കാഴ്ചകളാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു നെൽപ്പാടങ്ങളെല്ലാം ഇവിടെയും കാണാം. നല്ല റോഡ്, മുന്നിലേക്ക് നോക്കുമ്പോൾ വെസ്റ്റേൺ ഗാർഡ്സ്. അങ്ങനെയുള്ള സുന്ദരമായ കാഴ്ചകൾ കണ്ട് നമ്മൾ ആ ഒരു പാറയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയൊരു പാറയാണ്. ഇവിടേക്ക് ഒരുപാട് ആളുകൾ എത്തിച്ചേരാറുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വന്നപ്പോഴും ഒരു ടീം ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട്. ഞങ്ങളും കുറച്ചധികം സമയം അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. പിന്നീട് കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോകാമെന്ന് കരുതി. ഇനി അങ്ങോട്ട് റോഡില്ല, മണ്ണ് റോഡാണ്. വനമാണെന്ന് തോന്നുന്നു. സൈഡിലായിട്ട് ചെറിയ ഫാമുകളൊക്കെ കാണാം. തെങ്ങും മാവും എല്ലാം നിറഞ്ഞ ചെറിയ ഫാമുകളാണ് സൈഡിലെല്ലാം ഉള്ളത്. പക്ഷെ റോഡ് എന്തായാലും കൊള്ളാം.
പ്രധാനപ്പെട്ട വഴി ഈ ഒരു ഫാം വരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇടത്തേക്കൊരു ചെറിയ വഴി കാണാം. ഞങ്ങൾ എന്തായാലും ആ വഴിയിലേക്ക് പോയി. അതും ഒരു മലയിലാണ് ചെന്നെത്തിപ്പെട്ടത്. അവിടെ ഒരു ചെറിയ അമ്പലം ഉണ്ടായിരുന്നു. ചുറ്റും കൊടും കാടാണ്. അവിടെ കാടിൻ്റെ ഇടയിലായിട്ട് നമ്മൾ വാഹനം നിർത്തി മുകളിലേക്ക് പോയി. മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ശേഖരിക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. നമ്മുടെ നാട്ടിൽ ഇടുക്കിയിലും വയനാട്ടിലുമൊക്കെ ഇതുപോലെ നമ്മൾ വെള്ളം ശേഖരിക്കാറുണ്ട്. മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം പൈപ്പുകൾ ഇട്ടിട്ട്. ഞങ്ങളെന്തായാലും കുറച്ചും കൂടി മലയുടെ മുകളിലേക്ക് കയറി. ഇവിടെയായിട്ട് ചെറിയൊരു തടാകം പോലെ കാണാം. മുകളിൽ വെസ്റ്റേൺ ഗാർഡ്സ് കാണാം. നമ്മൾ ഏകദേശം മലയുടെ അടിവാരത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കയറി കഴിഞ്ഞാൽ ഫോറസ്റ്റിലേക്കാണ് കയറുന്നത്. അവിടേക്കൊന്നും കയറാൻ നമുക്ക് പെർമിഷൻ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ തിരികെ പോവുകയാണ്. പക്ഷേ ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു. വന്ന വഴിയും നേരത്തെ നമ്മൾ കണ്ട പാറയും ഒക്കെ ഇവിടെ നിന്നാൽ കാണാം. ഇതൊരു ആരാധനാലയമാണ്. പക്ഷെ എന്നും പൂജയൊന്നും ഇല്ല എന്ന് തോന്നുന്നു. തിരികെ ഇറങ്ങി വരുന്ന വഴിയിൽ ആ ഫാമിൻ്റെ സൈഡിൽ നിന്ന് മാങ്ങ ഒന്നും കൂടി നോക്കി. നല്ല മാങ്ങകളാണ്. തിങ്ങി നിറഞ്ഞാണ് ആ മാവിൽ നിൽക്കുന്നത്. ആരെയും കാണാനില്ല. അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറിയില്ല. പിന്നീട് 2 കാട്ടുകോഴികളെ കണ്ടു. ആ റോഡിൻ്റെ സൈഡിൽ കൂടി അങ്ങോട്ട് പോവുകയായിരുന്നു. ഞങ്ങളെ കണ്ടതും അത് പേടിച്ച് ആ കാട്ടിനകത്തേക്ക് തന്നെ പോയി. എന്തായാലും തമിഴ്നാട്ടിലെ ഇത്തരത്തിലുള്ള വനപ്രദേശങ്ങൾ കൂടുതലാണ്. ഈ കുറ്റിക്കാടുകൾ പോലെയുള്ള വനങ്ങൾ. എന്തായാലും ഈ റോഡും കാണാനൊരു ഭംഗിയുണ്ട്. എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ പണ്ട് ഇത്തരത്തിലുള്ളൊരു റോഡുണ്ടായിരുന്നു. നടുക്ക് മാത്രം ഇങ്ങനെ പുല്ല് കിളിച്ച് നിൽക്കും. 2 സൈഡിലായിട്ട് ടയർ പോയി ഒരു പാടായി റോഡായിട്ട് മാറുന്നത്. ഈ കാണുന്ന പാലത്തിന്റെ ഇപ്രവശത്തായിട്ടാണ് കൂടുതൽ രംഗങ്ങളും സെറ്റിട്ട് ഷൂട്ട് ചെയ്തത്. കൂടുതൽ രംഗങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ ഭാഗവും ഈ പാലത്തിന്റെ ഇപ്പുറത്തായിട്ടാണ് സെറ്റിട്ടത്. എന്തായാലും ഗൂഗിൾ മാപ്പിൽ ആരോ ആ ഒരു സ്ഥലം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ മില്ലർ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ എന്തായാലും സംശയം തോന്നി ഇവിടെയുള്ളൊരു ചേട്ടനോട് ചോദിച്ച് അതെല്ലാം ക്ലിയർ ആക്കി. ദേശാടന പക്ഷികളാണ്. ഏതാണ് ഇനമെന്ന് അറിയില്ല. ഫുൾ ബ്ലാക്കാണ്. ഏകദേശം കാക്കയെ പോലെ. പക്ഷേ കൊക്കിൻ്റെ അത്രയും വലിപ്പമുണ്ട്. മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് കണ്ട മറ്റൊരു കാഴ്ചയാണ്. വലിയൊരു പുളിമരമാണ്. അത് ആ പാടത്തിൻ്റെ സൈഡിലായിട്ട് നിൽക്കുകയാണ്. താഴെയായിട്ട് നല്ല തണലുണ്ട്. നമ്മുടെ ഈ പാടത്ത് ജോലിക്കും മറ്റും ഇറങ്ങുന്നവർക്ക് വന്ന് വിശ്രമിക്കാനൊക്കെ പറ്റിയൊരു മരമാണ്. എന്തായാലും നല്ലൊരു കാഴ്ചയാണ്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടൊരു കാഴ്ച തന്നെയാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഈ ഒരു കാഴ്ച കാണാൻ അപൂർവമായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോഴും ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ചെങ്കോട്ട, കുറ്റാലം, അൽവാക്കുറിച്ചി അല്ലെങ്കിൽ പാപനാശം റോഡിൽ നിന്ന് നമ്മൾ തെങ്കാശി പാപനാശം റോഡിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. ഇത് മെയിൻ റോഡാണ്. ഈ റോഡിലൂടെ നേരെ പോയാൽ നമുക്ക് കടയം ചെല്ലാം. കടയത്ത് നിന്ന് അൽവാക്കുറിച്ചി, അത് കഴിഞ്ഞ് പാപനാശം റോഡ് തിരിഞ്ഞു പോകുന്നു. അത് കഴിഞ്ഞ് അംബാസമുദ്രം മറ്റൊരു റോഡ് പിരിഞ്ഞു പോകുന്നു. അങ്ങനെ 2 സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന റോഡാണ്. കുറേ നേരമായിട്ട് നമ്മുടെ റോഡിൻ്റെ സൈഡിൽ കൂടി ഒരാൾ ഓടി വരുന്നുണ്ട്. നല്ല വലിപ്പമുള്ള രാജപാളയം എന്നറിയപ്പെടുന്ന ആ ഒരു പട്ടിയാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. നല്ല രസമുണ്ടായിരുന്നു. ഈ റോഡരികിൽ നമുക്ക് തോരണമലയുടെ ഒരു ദൂര കാഴ്ചയുണ്ട്. ആ കാണുന്ന മലയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് മെയിൻ റോഡ്. ഇവിടെയായിട്ട് പണ്ട് നമ്മുടെ നാട്ടിലെല്ലാം സജീവമായിരുന്ന ഒരു വാൻ കാണാം, മഹീന്ദ്രയുടെ. ഇത് തമിഴ്നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. തോരണമലയിലേക്ക് തിരിഞ്ഞു കയറേണ്ട മാതാപുരം ചെക്ക് പോസ്റ്റ് എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. ഇവിടെ നിന്നാണ് നമ്മൾ തോരണമലയിലേക്ക് തിരിഞ്ഞു കയറുന്നത്. ഏകദേശം 2 കിലോമീറ്ററാണ് ഇനി തോരണമലയിലേക്കുള്ള ദൂരം. നമ്മൾ ബസ്സിൽ വരികയാണെങ്കിൽ ഈ ഒരു സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. തെങ്കാശിയിൽ നിന്ന് പാപനാശം അല്ലെങ്കിൽ അംബാസമുദ്രം പോകുന്ന ബസ്സിൽ കയറി മാതാപുരം ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇറങ്ങി നമുക്കൊന്നെങ്കിൽ ഷെയർ ഓട്ടോ കിട്ടും, അതല്ല എങ്കിൽ പ്രൈവറ്റ് ബസ് വരും. അതുകൂടാതെ തന്നെ തമിഴ്നാട് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു ബസ്സും ഇപ്പോൾ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. അത് ആലംകുളത്ത് നിന്നാണെന്ന് തോന്നുന്നു സർവീസ് തുടങ്ങുന്നത്. പിന്നീട് തെങ്കാശിയിൽ നിന്ന് ബസ് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, കടയം വഴി പോകുന്ന ബസ്സിൽ തന്നെ കയറണം. കാരണം തെങ്കാശിയിൽ നിന്ന് അംബാസമുദ്രം, പാപനാശം എന്നീ സ്ഥലങ്ങളിലേക്ക് മറ്റു വഴികളിലൂടെയും ബസ് പോകുന്നുണ്ട്. ചെക്ക് പോസ്റ്റ് കയറി മുന്നോട്ട് പോവുകയാണ്. കടയമെന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല. അതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ഒരു ചെക്ക് പോസ്റ്റ് ഉള്ളത്. ഇവിടെ നിന്ന് നേരെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. 2 സ്ഥലങ്ങളിലേക്ക് ഈ റോഡിലൂടെ പോകാം. നമ്മുടെ രാമനദി ഡാം എന്ന് പറയുന്ന ഡാം സ്ഥിതി ചെയ്യുന്നതും ഈ റൂട്ടിൽ തന്നെയാണ്. അതിൽ വലത്തേക്ക് തിരിഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ തോരണമലയിൽ എത്തുന്നത്. ഇടത്തേക്ക് തിരിഞ്ഞു പോയാൽ രാമനദി ഡാം, കടയം എന്നീ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. നമ്മുടെ തൊട്ട് മുൻപിൽ ഒരു ഓട്ടോ പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നോ എന്നറിയില്ല. അതിൽ നിറയെ കുട്ടികളാണ്. ഒരു ചെറിയ വലയിട്ടാണ് വെച്ചിരിക്കുന്നത്. അവരെന്തായാലും ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ട് കൈയൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ വലിയ നിയമങ്ങളും ഒന്നും കർശനമല്ല. രാമനദി ഡാം കൂടാതെ കടനനദി ഡാം എന്ന് പറയുന്ന മറ്റൊരു ഡാം കൂടി ഈ ഭാഗത്തായിട്ടുണ്ട്. നിരവധി നദികൾ ഉത്ഭവിച്ചു വരുന്നൊരു ഭാഗമാണ്. നമ്മുടെ കുറ്റാലം തൊട്ട് കന്യാകുമാരി ജില്ല വരെയുള്ള ഈ ഒരു പശ്ചിമഘട്ട ഭാഗത്തെല്ലാം നിരവധി നീർച്ചാലുകൾ ഉത്ഭവിക്കുന്നുണ്ട്. നിരവധി നദികളുമുണ്ട്. അത്തരത്തിലുള്ള ഒരു നദിയിലാണ് രാമനദി ഡാം ഉള്ളത്.
തോരണമലയിൽ പോയി വന്നതിന് ശേഷം നമുക്ക് രാമനദി ഡാമിലേക്ക് പോകാം. തോരണമലയിലേക്കുള്ള പ്രധാന റോഡിലേക്ക് പ്രവേശിച്ചു. ഇവിടെ നിന്ന് തോരണമലയുടെ ഒരു ദൃശ്യം നമുക്ക് കാണാം. ഞാൻ കുറച്ചു മുൻപ് സൂചിപ്പിച്ചത് ഇത്തരം പ്രൈവറ്റ് ബസ്സുകളെ പറ്റിയാണ്. തോരണമലയുടെ അടിവാരത്തേക്ക് ഇത്തരം പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഏതാണ്ട് 10 രൂപ മാത്രമാണെന്ന് തോന്നുന്നു ടിക്കറ്റ് നിരക്ക്. പിന്നീട് നമ്മൾ ഓട്ടോയിൽ ഷെയർ ഓട്ടോ ആണെങ്കിൽ 20 രൂപ മാക്സിമം വാങ്ങും. അതല്ല എങ്കിൽ 90 രൂപ മുതൽ 100 രൂപ വരെയൊക്കെ വാങ്ങിയേക്കാം. ഇവിടെ മുതൽ പാർക്കിംഗ് ആരംഭിക്കുന്നു. നമ്മുടെ വലതുഭാഗത്തായിട്ടൊരു പാർക്കിംഗ് ഉണ്ട്. അതുകൂടാതെ ബൈക്കുകൾക്കും കാറുകൾക്കുമായിട്ട് അകത്ത് മറ്റ് പാർക്കിങ്ങുകളുമുണ്ട്. നമ്മളോട് എന്തായാലും 10 രൂപയാണ് പാർക്കിങ്ങിനായിട്ട് ഫീസ് വാങ്ങിയത്. നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി അവിടെയായിട്ട് റൈറ്റ് സൈഡിൽ ഒരു വലിയ പാർക്കിംഗ് ഉണ്ട്. ആ ഒരു പാർക്കിങ്ങിൽ കയറി പാർക്ക് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ അപ്പുറത്തിരുന്നൊരു ചേട്ടൻ പറഞ്ഞു മുൻവശത്തായിട്ട് ബൈക്കുകൾ വെക്കാൻ സാധിക്കും, അതായിരിക്കും എളുപ്പമെന്ന്. അങ്ങനെ ഞങ്ങൾ മുന്നിലേക്ക് പോയി. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം മലയടിവാരത്തിലേക്ക് നടന്നു. ഇന്ന് എന്തോ പ്രത്യേക ചടങ്ങുകളുള്ള ദിവസമാണെന്ന് തോന്നുന്നു. വല്ലാത്തൊരു തിരക്കുണ്ട്. എന്തായാലും കടകളെല്ലാം സജീവമാണ്. തോരണമല ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെപ്പറ്റി ഒരുപാട് കഥകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതാണ് കൃത്യമായിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല. ഞാൻ ആ ഒരു ഐതിഹ്യത്തിലേക്കൊന്നും കടക്കുന്നില്ല. തമിഴ്നാട്ടിൽ കൂടുതലായി കാണപ്പെടുന്നത് മുരുക ക്ഷേത്രങ്ങളാണ്. അതുപോലെയുള്ള ഒരു മുരുക ക്ഷേത്രമാണ് തോരണമല. നിലവിൽ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗുഹാക്ഷേത്രമായിരുന്നു. അതായത് നമ്മുടെ ഈ ഒരു പടികളെല്ലാം കയറി മുകളിൽ ചെല്ലുമ്പോൾ മലയുടെ മുകളിലായിട്ട് ഒരു ഗുഹയ്ക്കുള്ളിലായിരുന്നു പ്രതിഷ്ഠ ഉണ്ടായിരുന്നത്. ഇന്നിവിടെ എന്തോ ചടങ്ങ് നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഒരു ഭാഗത്ത് അന്നദാനം നടക്കുന്നു, മറ്റൊരു ഭാഗത്ത് സ്റ്റേജിലായിട്ട് കുട്ടികൾക്ക് സമ്മാനങ്ങളൊക്കെ വിതരണം ചെയ്യുന്നു, സർട്ടിഫിക്കറ്റ് അടക്കമുള്ളത്. ஒரு குரூப் போட்டோ எடுத்துக்குவோம். ക്ഷേത്രത്തിൻ്റെ അടിവാരത്ത് ആളുകൾക്കിരുന്ന് വിശ്രമിക്കാനായി ഒരുപാട് സ്ഥലമുണ്ട്. കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ ലൈബ്രറിയും മറ്റുമുണ്ട്. എനിക്ക് തോന്നുന്നു സിദ്ധ വൈദ്യവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ഐതിഹ്യം കൂടിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചില കെട്ടിടങ്ങളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഇവിടെ വിശ്രമിക്കാനും പുസ്തകങ്ങളൊക്കെ ഇരുന്ന് വായിക്കാനും ഒക്കെ ആയിട്ടൊരു സ്പേസ് ഉണ്ട്. നല്ല തണുപ്പുണ്ട്, കാരണം ചുറ്റും വനമാണ്. നമ്മളങ്ങനെ അടിവാരത്ത് നിന്ന് മല കയറി തുടങ്ങുകയാണ്. ഇവിടെയായിട്ടൊരു ക്ഷേത്രമുണ്ട്. ഇവിടെയും തൊഴുതിട്ട് ആളുകൾ പോകാറുണ്ട്. മല കയറാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇവിടെ വന്ന് തൊഴുതിട്ട് മടങ്ങി പോകാറാണ് പതിവ്. എന്തായാലും നമ്മൾ ഇവിടുത്തെ ക്ഷേത്രം കണ്ടിട്ട് മുകളിലേക്ക് പോവുകയാണ്. ഇവിടെ മുതലാണ് പടികൾ ആരംഭിക്കുന്നത്. ഓരോ പടികൾ ആരംഭിക്കുന്ന ഭാഗത്തും ഇതുപോലെയുള്ള ഗോപുരങ്ങളുണ്ട്. അവിടെ നമുക്ക് ഇരുന്ന് വിശ്രമിക്കാൻ സാധിക്കും. കാരണം 1200 പരം പടികളാണ് മുകളിലേക്കുള്ളത്. കുറച്ച് മുകളിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെയായിട്ടൊരു ജ്യൂസ് കട കാണാം. പിന്നീട് മുകളിലേക്ക് മറ്റ് കടകളൊന്നുമില്ല. ഇതാണ് അവസാനത്തെ കട. ശബരിമല കയറുമ്പോൾ നമ്മുടെ മലയുടെ ഇരുവശത്തായിട്ട് ഒരുപാട് കടകളുണ്ട്. പക്ഷേ ഇവിടെ ഒരൊറ്റ കട മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ജ്യൂസ് വാങ്ങി കുടിച്ചിട്ട് പോകാം. അതല്ലെങ്കിൽ തിരിച്ചിറങ്ങുന്ന വഴി ഇവിടെ നിന്ന് കുടിക്കാം. കാരണം ഈ ഒരു കട മാത്രമാണ് ഞാൻ ഈ ഒരു സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് കണ്ടത് കുടിക്കാനായിട്ടുള്ളത്. പിന്നീട് മറ്റു കടകളൊന്നും തന്നെ മുകളിലേക്കില്ല. പിന്നീട് ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ വെച്ചിട്ടുള്ള കുടിവെള്ളമുണ്ട്. നമ്മുടെ ഈ ഒരു ഗോപുരങ്ങളുടെ സൈഡിലായിട്ട് കുടിവെള്ളമുണ്ട്. അതല്ലാതെ മറ്റു കടകളൊന്നും തന്നെ ഈ ഒരു പടികളുടെ ഇരുവശത്തായിട്ടും ഇല്ല. തുടക്കത്തിൽ മല കയറുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഈ കാണുന്ന പോലെ ഒരു വനത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ട്. മുണ്ടൻതുറ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ചില അതിഥികളെയൊക്കെ കാണാം.
ഹനുമാൻ കുരങ്ങ് ആണെന്ന് തോന്നുന്നു. മുകളിലേക്ക് പോകുന്തോറും പച്ചപ്പ് കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ചൂടും കൂടി വരുന്നുണ്ട്. ഓരോ ഗോപുരത്തിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെയുള്ള കുടിവെള്ള കണക്ഷനുകളുണ്ട്. അത് കുടിക്കുന്നതിനും മുഖം കഴുകുന്നതിനുമൊക്കെ ഉപയോഗിക്കാം. താഴ്ഭാഗത്തുള്ള വനപ്രദേശത്തിൻ്റെ ദൃശ്യം കാണാം. ഏതാണ്ട് പകുതിയോളം നമ്മൾ മുകളിലേക്ക് കയറി കഴിഞ്ഞു. 600 പടികളാണ് തിരുമലൈക്കോവിൽ ക്ഷേത്രത്തിനുള്ളത്. ഇവിടെ 1200 അതുകൊണ്ട് തന്നെ തിരുമലൈക്കോവിനേക്കാൾ ഉയരത്തിലുള്ള ഒരു ക്ഷേത്രമാണ് തോരണമല. താഴെ അടിവാരത്തിൻ്റെ കാഴ്ചകൾ നമുക്കിവിടെ നിന്ന് കാണാം. ഒരു പൊട്ടുപോലെ മാത്രമേ കാണുന്നുള്ളൂ. ചൂട് കൂടുന്നുണ്ട്. കയറാനും ഒരല്പം പ്രയാസമായി തുടങ്ങി. എന്തായാലും പ്രായമായവർക്കും പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കുമെല്ലാം കയറാൻ ഒരല്പം ബുദ്ധിമുട്ടാകും. ഇരുന്ന് വിശ്രമിച്ച് മാത്രമേ അവർ കയറാവൂ. അങ്ങനെ വിശ്രമിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മളിപ്പോൾ കാണിച്ചതുപോലെ വനത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലും പിന്നീട് ഗോപുരങ്ങളിലുമെല്ലാം വിശ്രമിച്ച് നമുക്ക് മുകളിലേക്ക് പോകാം. നല്ലൊരു തണൽ മരമാണ്. മിനിമം ഒരു 10 പേർക്കെങ്കിലും അതിൻ്റെ തണലിലിരുന്ന് വിശ്രമിക്കാം. അത്തരത്തിലുള്ള നിരവധി മരങ്ങൾ ഈ ഒരു ക്ഷേത്ര കമ്മിറ്റി തന്നെ ഇവിടെയെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഭാവിയിൽ ആ മരങ്ങളെല്ലാം വളർന്നു വലുതായി നമുക്ക് പോകുമ്പോൾ വിശ്രമിക്കാൻ ായിട്ടുള്ള ഇടങ്ങളായി മാറും. മുകളിലെത്തിയപ്പോഴേക്കും നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ചെരുപ്പില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പടികളിൽ ചവിട്ടുമ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്. പിന്നീട് നമ്മൾ മുകളിലേക്ക് കുത്തനെയുള്ള പടികളാണ് കൂടുതലും കാണപ്പെടുന്നത്. അതെല്ലാം കയറി ഈ ഒരു ഗോപുരത്തിൻ്റെ ഇവിടെ വന്ന് വിശ്രമിച്ചപ്പോഴാണ് ചെറിയൊരു ആശ്വാസമായത്. താഴെയായിട്ട് നമുക്കൊരു കനാല് കാണാം. നമ്മുടെ രാമനദി ഡാമിൽ നിന്നുള്ള കനാലാണെന്ന് തോന്നുന്നു. അവിടെയായിട്ടാണ് രാമനദി ഡാം ഉള്ളത്. തോരണമലയെ ചുറ്റി 2 നദികൾ ഒഴുകുന്നുണ്ട്. അതിലൊന്നാണ് രാമനദി. അങ്ങനെ തോരണമലയുടെ ഏറ്റവും മുകളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രധാന ദേവാലയത്തിൽ പണികൾ നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് മറ്റു സ്ഥലങ്ങളിലും പണികൾ നടക്കുന്നുണ്ട്. ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഇവിടുത്തെ പണികളെല്ലാം പൂർത്തീകരിച്ച് പൂർണ്ണമായ ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കും. മുകളിൽ നിന്ന് നമുക്ക് താഴെ അതിമനോഹരമായ കാഴ്ചകൾ കാണാം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ്. തമിഴ്നാടിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും പണികളൊക്കെ പൂർത്തീകരിച്ച് വലിയൊരു ക്ഷേത്രമായി തന്നെ തോരണമല മാറും. ഇനി തോരണമലയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്ന്, ഇവിടുത്തെ സന്ദർശന സമയമെന്ന് പറയുന്നത് അതിരാവിലെ 5:30 മുതൽ വൈകിട്ട് 3 വരെയാണ്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തിച്ചേരുക. വൈകിട്ടൊക്കെ 3 മണിക്ക് ശേഷം ഒരു കാരണവശാലും ഇവിടേക്ക് കടത്തിവിടില്ല. അത് രാവിലെ ആണെങ്കിൽ 5:30 ശേഷം നമുക്ക് മുകളിലേക്ക് കയറി വരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കേരളത്തിൽ നിന്ന് വരുമ്പോൾ ബസ്സിലാണ് വരുന്നതെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരുപാട് ബസ്സുകൾ തെങ്കാശിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. തെങ്കാശി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി പാപനാശം അല്ലെങ്കിൽ അംബാസമുദ്രം പോകുന്ന ബസ്സിൽ കയറുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ബസ്സുകൾ കടയം വഴി ആയിരിക്കണം പോകുന്നത്. കടയം വഴി പോകുന്ന ബസ്സിൽ കയറി നമ്മുടെ മാതാപുരം ചെക്ക് പോസ്റ്റ് ടിക്കറ്റ് എടുക്കുക. അവിടെ ഇറങ്ങിയതിനു ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രൈവറ്റ് ബസ് അല്ലെങ്കിൽ ഷെയർ ഓട്ടോ പിടിച്ച് ഇവിടേക്ക് എത്തിച്ചേരുക. പാദരക്ഷകൾ താഴെ സൂക്ഷിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മുകളിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് വരുമ്പോൾ കുറച്ച് കുടിവെള്ളവും കൂടെ കരുതുന്നത് നല്ലതായിരിക്കും. അതല്ല എങ്കിൽ ഒരു കുപ്പിയെങ്കിലും കരുതുക. കാരണം നമുക്ക് ഇടയ്ക്ക് നിന്ന് വെള്ളം ശേഖരിച്ച് കുടിക്കാം. ഇന്നെന്തോ വിശേഷ ദിവസമായതുകൊണ്ട് തന്നെ ഇത്രയധികം തിരക്കുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ വരുന്ന ദിവസം ഇത്രയധികം തിരക്കൊന്നും ഉണ്ടാകണമെന്നില്ല. വിജനമായ പടികൾ കയറിയായിരിക്കും നിങ്ങൾ മുകളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ തിരക്കുള്ള ദിവസം വന്നാൽ അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കണ്ട് മുകളിലേക്ക് പോകാം. കടകളുമൊക്കെ ആക്റ്റീവ് ആയിരിക്കും. അതല്ല നിങ്ങൾ വരുന്ന ദിവസം ചടങ്ങുകളൊന്നുമില്ല എങ്കിൽ വിജനമായ പ്രദേശത്തു കൂടി മുകളിലേക്ക് പോകണം. അതും ഒരു രസമാണ്. അങ്ങോട്ട് കയറി പോകുന്നതിലും പ്രയാസമായിരുന്നു താഴേക്ക് തിരിച്ചിറങ്ങി വരാനായിട്ട്. താഴെ ഇറങ്ങി വന്നപ്പോഴേക്കും കാലുണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. പിന്നീട് ആ ഒരു തണലത്ത് കുറച്ചധികം സമയം ഇരുന്ന് വിശ്രമിച്ചു. സമയം ഏതാണ്ട് 1 മണിയായിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇനി പുറപ്പെടുകയാണ്. രാമനദി ഡാമിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. மெயின் ரோடு தென்காசியிலிருந்து அந்த செக் போஸ்ட் அப்படியே பஸ் தென்காசியிலிருந்து இங்கே வரும். ஆமாம், இங்கேருந்து நீங்கள் நேராக டேரெக்டாக பாபநாசம் எங்கேனாலும் போயிருக்கலாம். இங்கே ஆட்டோ அதுக்கு பஸ் கிடைக்கும்.
അണ്ണനോട് നമ്മൾ ബസ്സിൻ്റെയും ഓട്ടോയുടെയൊക്കെ ടൈം ഒന്ന് ചോദിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ടൈമും ഫെയറും ഒക്കെ തന്നെയാണ്. നമ്മൾ ഓട്ടോയിൽ വരുമ്പോൾ ഷെയർ ഓട്ടോ ആണെങ്കിലാണ് 20 രൂപ വാങ്ങുന്നത്. അതല്ല നിങ്ങൾ ആ ഒരു മാതാപുരം ചെക്ക് പോസ്റ്റിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് വരികയാണെങ്കിൽ അവർ പല തുക മേടിക്കും. 90, 100, ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ വാങ്ങിയേക്കാം. അതുകൊണ്ട് തന്നെ ഓട്ടോ വിളിക്കുന്നതിന് മുൻപായിട്ട് റേറ്റ് ഒക്കെ നോക്കി ഒന്ന് ഫിക്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് വരിക. 2 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. നമുക്ക് നടക്കാൻ പറ്റുമെങ്കിൽ 2 കിലോമീറ്റർ ഒക്കെ ഈസി ആയിട്ട് നമുക്ക് നടന്നു വരാവുന്നതേ ഉള്ളൂ. പിന്നീട് ഞങ്ങൾ നേരെ മാതാപുരം ചെക്ക് പോസ്റ്റിലേക്ക് എത്തിച്ചേർന്നു. അവിടെ നമ്മൾ കടയിൽ ഒരു വെള്ളം കുടിക്കാനായിട്ട് കയറി. അപ്പോഴാണ് അറിയുന്നത് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞു രാമനദി ഡാം ഇന്ന് ഓപ്പൺ അല്ല. കാരണം പ്രത്യേകം ശ്രദ്ധിക്കുക, സാറ്റർഡേയും സൺഡേയും രാമനദി ഡാം ഓപ്പൺ അല്ല. അങ്ങനെ നമ്മൾ പ്ലാൻ മാറ്റി. ഇവിടെ തന്നെ വേറൊരു ഡാം ഉണ്ട്, കടനനദി ഡാം എന്നാണ് ആ ഡാമിന്റെ പേര്. അൽവാക്കുറിച്ചിക്ക് അടുത്തായിട്ടാണ്. നമ്മൾ ഇനി പോകാൻ പോകുന്നത് അൽവാക്കുറിച്ചിയിലേക്കാണ്. നമ്മുടെ പാപനാശം റൂട്ടിലേക്ക് പോകുമ്പോൾ അൽവാക്കുറിച്ചി എന്ന് പറയുന്ന സ്ഥലം എത്തും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഇനിയുള്ള കാഴ്ചകൾ നമ്മൾ അൽവാക്കുറിച്ചിയിൽ നിന്നാണ് ചിത്രീകരിക്കുന്നത്. ഇവിടെ നിന്ന് വെള്ളം കുടിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ തോരണമലയിലേക്കുള്ള ഒരു മനോഹരമായ ഒരു വീഡിയോ ആയിരുന്നു ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. അൽവാക്കുറിച്ചിയിലെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ നന്ദി.